കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇത്രയും വലിയൊരു പർച്ചേസ് ചെയ്യുന്നത്. 1 ലക്ഷം രൂപയുടെ ബേർഡ്സ് പോയാട്ടോ. ഏതൊക്കെ ബേർഡ്സിനെയാണ് നമ്മൾ കിളിക്കൂടത്ത് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ. കിളിക്കൂടം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഗ്ലൗ ഇല്ലാണ്ട് പിടിച്ചിരുന്നുവെങ്കിൽ അടിച്ച് ഉരുട്ടേനെ. നമ്മൾ ആദ്യം തന്നെ ചോര കണ്ടിരിക്കുന്നു. കൊണ്ടുവന്ന് നമുക്ക് ഇതിന്റെ മണ്ടയിൽ വെക്കാം. യെസ്, അപ്പോൾ അതെ നമ്മൾ വീട്ടിലോട്ടെത്തി. സമയം വന്നിട്ട് 12 മണിയായിരുന്നു. വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇടാം കേട്ടോ. ഇവിടെ ആകുമ്പോൾ കുറച്ച് തണലുണ്ട്. നമ്മൾ വീട്ടിലോട്ടെത്തി. അടിപൊളി. ഇതേ കാർത്ത് നിൽക്കുന്നു. എടാ മൊത്തം നീല കുളിച്ചാണല്ലോ നീ നിൽക്കുന്നത്. അതെ, സ്കൈ നോക്കിക്കേ. ഓ, നല്ല അടിപൊളി സ്കൈ അല്ലേ. ഐഫോണിൽ എടുക്കുന്നോട് കാണാൻ കൊള്ളാം കേട്ടോ. നമ്മൾ ഗോപ്രോയിലൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇത്രയും ഒരു ഡെപ്ത് ഫീൽ നമുക്ക് കിട്ടത്തില്ല. അടിപൊളി. വന്നപ്പോൾ മൊത്തവും മഴയായിരുന്നു. എന്തോ ഇന്ന് നമ്മൾ കുറച്ച് നാളിന് ശേഷം ഒരു ഹ്യൂജ് പർച്ചേസ് ചെയ്തു. കുറച്ചധികം എമൗണ്ടിനാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. എന്താണെന്ന് ഗസ് ചെയ്യാമോ? അടിപൊളി സാധനമാണ്. അതെ, ഉറക്കത്തിൽ കിടന്നപ്പോൾ എനിക്ക് കോള് വന്നത്. സംഗതി ഞാൻ പറഞ്ഞു വെച്ചിരുന്ന സാധനം ഞാൻ മറന്നുപോയി കേട്ടോ. ഇന്നലെ നമ്മൾ ഫിലിമിന് പോയിരുന്നു, കൽക്കിക്ക് പോയിരുന്നു. പോയിട്ട് വന്നപ്പോൾ താമസിച്ച് പോയി. ഏത് ബേഡാണെന്ന് പറയാമോ? ഏത് ബേഡാ? ഇങ്ങോട്ടാ. എനിക്കറിയാം, നീയൊക്കെ സൗണ്ട് കേട്ടിട്ടാണ് നീ. കിളിക്കൂടം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. കാണണോ നിങ്ങൾക്ക്? കാണിച്ചു തരാം. അപ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വാ. നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം ബേർഡ്സിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇത്രയും വലിയൊരു പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പർച്ചേസ് ചെയ്തത് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ ബേർഡ്സിനെ പർച്ചേസ് ചെയ്യാത്തത് എന്ന് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഗൂഗിൾ അമ്മച്ചി നമ്മളെ ചതിച്ചു എന്നാണ് തോന്നുന്നത്. കുറേ കറങ്ങി കേട്ടോ നമ്മൾ. അപ്പോൾ എവിടെയൊക്കെ കറങ്ങി ഏകദേശം എത്താറായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരു റൈറ്റാണ് കാണിക്കുന്നത്. പോയി നോക്കാം. നമ്മുടെ ഈ ടാഗ് കിടന്ന് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം മോശം റോഡാണെന്ന്. ആക്ച്വലി നമ്മുടെ ഫോണിൽ സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഷേക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഗൂഗിൾ ചതിച്ചു ഗൈസ്. ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ മാപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല റോഡ്. ഈ വഴിയൊക്കെ ഇതിൻ്റെ നടയിൽ കൂടെ ഞാൻ വന്നത്. എന്നിട്ട് ആ വഴി ലൊക്കേഷൻ കാണിച്ചില്ല. അപ്പോൾ പുള്ളി എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കയറ്റി പാർക്ക് ചെയ്തു. കളഞ്ഞു പോയ എന്നെ കണ്ടെത്താൻ ആൾ വന്നിരിക്കുന്നു ഗൈസ്. ഇതോ ഫ്രണ്ടേ പോകുന്നു പുള്ളി. ഇവിടെ കിടന്ന് ഞാൻ കുറച്ചധികം ചുറ്റി കേട്ടോ. സ്കൈ നോക്കിക്കേ. ഓ, എന്നെ രസമല്ലേ സ്കൈനെ കാണാൻ. അവിടെ എത്തട്ടെ കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. നല്ല അടിപൊളി വെയിലാണ്. കണ്ണടിച്ച് പോണ വെയിൽ. യെസ്, അപ്പോൾ അതെ നമ്മളെ കൂട് മൊത്തം യൂസ് ചെയ്യാതെ തുരുമ്പ് കയറിപ്പോയി കേട്ടോ. യെസ്, അപ്പോൾ അതെ നമ്മൾ എത്തിയായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുന്നേ നമ്മൾ ഫിഞ്ചസിനെ എടുക്കാൻ വേണ്ടി വന്നതും അവിടെയായിരുന്നു. ആ പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളെ രതീഷ് ബ്രോ, ഹായ്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് നമ്മളെ ആൾക്കാരെ എടുക്കേണ്ട ആൾക്കാരെ എല്ലാവരും സെലക്ട് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. ഇത് ഏതൊക്കെയാണ് ബ്രോ കിടക്കുന്നത് ഇപ്പോൾ? വൈറ്റ് പേള്, യെല്ലോ പേള്, പിന്നെ ഗ്രേ പൈഡ് 2. ഓക്കെ, ഒരു ഗ്രേ. ഓക്കെ, ഒരു ഗ്രേ. ഇവർ ഇത്രയും പേരാണ് നമ്മൾ എടുക്കുന്നത്. ആ സെക്ഷൻ മൊത്തം പേളാണ്. ഇത് വൈറ്റ് പേള്, അത് യെല്ലോ പേള്. ഓക്കെ. എടാ, ഞാൻ അന്ന് വന്നപ്പോൾ നിനക്കൊന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഇവനല്ലേ ഞാൻ കണ്ടത്. ആ പൊക്കം വെച്ചോട്ടോ നീ. ഹായ്. അവക്കറിയായിരിക്കും. അവൾ കുറച്ചും കൂടി എൻ്റെ അടുത്ത് മിണ്ടി വന്ന്. ഓക്കെ ഓക്കെ, ഈ കൂടെത്താക്കാം ബ്രോ. ഇത് കൂടെ എടുത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോരുത്തരെയായിട്ട് പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓക്കെ, ഒരാളെ ഇട്ടു. 2. ഓക്കെ ഓക്കെ, നമ്മൾ അവസാനത്തെ ആളെയും കൂടി എടുക്കുകയാണ്. ഓ, അവരെ കഴുത്തിൽ ലോക്ക് ചെയ്താലല്ല, അവർ കടി ഉറപ്പായിട്ടും തരും. ഓക്കെ ഓക്കെ, അപ്പോൾ അതെ നമ്മളെ ആൾക്കാരെ മൊത്തം നമ്മളെടുത്തു. ബ്രോ, ഇവരെ മെയിലും ഫീമെയിലും എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? ഇത് മെയിലും അത് ഫീമെയിലും. ഓക്കെ ഓക്കെ, ആ, ഓക്കെ 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 ഓക്കെ. ഓക്കെ, ശരി. ഓക്കെ, ഇപ്പോൾ ഇത് 6-7 മാസമായി. ഓക്കെ, അപ്പോൾ ഇവർ ബ്രീഡിങ് തുടങ്ങുന്ന ഏത് സമയത്താണ്? 1 വയസ്സ്. എന്നെ ഓർമ്മയുണ്ടോ? അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നു. ആ വീട്ടിൽ വെച്ച് കുറേ വെള്ള ഫിഞ്ചസിനെ വെച്ചിട്ട് പോയി. ഓർമ്മയുണ്ടോ? ഹായ്. അപ്പോൾ ഞാൻ പുള്ളിയെ പരിചയപ്പെടുത്തി തരാം. പുള്ളിയുടെ പേര് രതീഷ് എന്നാണ് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ എവിടെ ബ്രോ? അമരവിള. അപ്പോൾ നമ്മൾ ഡെലിവറി ഉണ്ടല്ലോ ബ്രോയ്ക്ക്? ഓക്കെ, അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ബേർഡ്സിനെ വേണമെങ്കിൽ, അതായത്
വില കുറച്ച് അല്ലേ, നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നതിനേയും കാട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളി തരും. അപ്പോൾ ഞാൻ നമ്പർ എന്തായാലും കൊടുത്തേക്കാം ബ്രോ. അപ്പോൾ ബ്രോയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി ആൾ ഒന്ന് ഡൗൺ ആയിരുന്നു അല്ലേ, അതായത് ഇവിടെ ആയിരുന്നു വീട്, അവിടെയായിരുന്നു വന്ന് ഞാൻ ഫിഞ്ചസിനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് നഷ്ടമായില്ലേ? 1 ലക്ഷം രൂപയുടെ ബേർഡ്സ് പോയാട്ടോ. എന്നിട്ടും ആൾ റിക്കവറായിട്ട് സെറ്റായിട്ട് വന്നു. നമുക്ക് അടിപൊളി സാധനങ്ങൾ എടുത്തു തരും കേട്ടോ. ഈ സാധനങ്ങൾ മൊത്തം നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമുക്ക് എടുത്തു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രംകാർക്ക് അപ്പം ഓക്കെ ഓക്കെ. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വിളിച്ചിരുന്നാൽ മതി. വിശ്വാസത്തോടെ നമുക്ക് പൈസ അയച്ചു കൊടുക്കാം, നമുക്ക് സാധനവും കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു 3-4 വട്ടം ഞാൻ അടുത്ത് വന്നു തോന്നുന്നു. ഓക്കെ. അപ്പോൾ വന്നപ്പോൾ എനിക്ക് വിശ്വാസമായിട്ടുള്ളവർ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ എനിക്ക് വിശ്വാസമായിട്ടൊരാളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ബ്രോ ഇറങ്ങട്ടെ. അപ്പോൾ അതെ ആൾക്കാരെല്ലാം എടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും വീടത്തിൽ കാണാം. ഓക്കെ. അപ്പോൾ അതെ നമ്മളെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന വഴി. യെസ്, നമ്മൾ വഴിയിലോട്ടെത്തി. ഇതേ നമ്മളെ വണ്ടി കിടക്കുന്നു. എന്നെ ബഹളം ഇവിടെ. നിങ്ങളെ വലിയ ഉള്ളിലോട്ടിടാൻ വേണ്ടി പോവേണം കേട്ടോ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ ഏകദേശം വൺ സൈഡ് മാത്രം ഒരു 40 കിലോമീറ്റർ യാത്ര എനിക്കുണ്ട് കേട്ടോ. രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. നോക്കുന്നില്ലേ? നോക്കിക്കോ. യെസ്, ആ കൂട്ടിലുണ്ടായിരുന്ന എല്ലാത്തിനും അങ്ങ് എടുത്തു. ആക്ച്വലി നിങ്ങൾ ഇത് കുഞ്ഞുങ്ങളാണ്. 6 to 7 മാസം പ്രായമേ ഉള്ളൂ. തൊപ്പി നോക്കിക്കേ, ഈ മഞ്ഞയുടെ തൊപ്പി അടിപൊളിയായിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് നോക്കിയൊക്കെ മനസ്സിലാവും. നമ്മൾ ഈ കൂടൊക്കെ കുറച്ച് തുരുമ്പിച്ച്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബേർഡ് പർച്ചേസൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വെച്ചേക്കുമായിരുന്നു. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ മാറിപ്പോയി കേട്ടോ. ഇപ്പോൾ മഴയാണ്, ഇവിടെ മഞ്ഞാണ്, അതിന് മുന്നേ ചൂടായിരുന്നു. അപ്പോൾ രണ്ടും ടാലി ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മൾ ബേർഡ്സ് എടുക്കുന്നുള്ളൂ. നമുക്കിവിടെ ഫിഞ്ചസ് ആണ് ഏറ്റവും കൂടുതൽ ഡെഡ് ആവുന്നത്, കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഓൾറെഡി ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടിൽ 2 കോക്ടെയിൽ അടച്ചിട്ടേക്കാണ്. അതിൻ്റെ റീസൺ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് കൂടുതലോട്ട് പോകാം. കൊണ്ടുവന്ന് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ വയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, സംസാരം കണ്ടോ? ദോ അവിടെ മുകളിലിരിപ്പുണ്ട്, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. ഓക്കെ, ദോ അവിടെ ഇരിപ്പുണ്ട്. വന്നപ്പം ഇവരും ബഹളം. എന്താണ്? ശരിയാണ് കേട്ടോ. ഈ സൗണ്ട് കേട്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി എടുത്ത നമ്മളെ ലൂട്ടിനോ അവിടെയും കിടന്ന് വിളിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ബഹളമാണ്, സംസാരമാണ്. രാവിലെ സംസാരം തുടങ്ങൂലേ? എത്രയാകുമ്പോൾ തുടങ്ങും? അങ്ങനെ ടൈമൊന്നുമില്ല കേട്ടോ, സംസാരിച്ചോളും. അപ്പോൾ നാളെ കൊണ്ട് അകത്ത് പോവാം. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇത് നോക്കിക്കേ, ഏതൊക്കെ ബേർഡ്സിനെയാണ് നമ്മൾ കിളിക്കൂണ്ടകത്ത് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിന് പേരായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്ന മുഴുവനും. ഇവരെ പറത്തി വിടണോ? തൽക്കാലത്തേക്ക് ഒന്ന് ക്വാറന്റൈൻ ഇടാം. കാരണം തൽക്കാലത്ത് നമ്മൾ ക്വാറന്റൈൻ എന്ന് വെച്ചാൽ നമ്മൾ ബേർഡ്സിനെ ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് എടുത്തതാണ്. ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അവർ സെറ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ വട്ടം നമ്മൾ ആഫ്രിക്കനെ വിട്ടപ്പോൾ ഇതേപോലെ കടി ഉണ്ടാക്കി നമുക്ക് ഒരാൾ ഡെഡ് ആയതാണ്. അതിനുശേഷം നമ്മളിങ്ങനെ ക്വാറന്റൈൻ ഇടാമെന്ന് വിചാരിച്ചു. വലിയ കിളികളെ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ഒരാളെ നിധി പിടിക്കുകയാണ് സോഫ്റ്റായിട്ട്. കിട്ടിയാ? അപ്പൊ കടിക്കുമല്ലേ? അപ്പൊ അവര് കടിക്കും കേട്ടോ. ഇനി സൂക്ഷിച്ചെടുക്കണേ. ഗ്ലവ് ഇട്ടെടുക്ക്. മുറിഞ്ഞാ? നമ്മൾ ആദ്യം തന്നെ ചോര കണ്ടിരിക്കുന്നു. കടിക്കാറിയാം. അതെ, ആദ്യം തന്നെ തീരെ കുഞ്ഞിനെ പിടിക്കാം. നല്ല കടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ബിസ്ക്കറ്റ് കളറല്ലേ? ചെറിയ കടിയൊക്കെ എനിക്ക് അകത്ത് കിട്ടുന്നുണ്ട്. മതി. പോട്ട്. ഫസ്റ്റ് ആളെ എൻ്റെ അകത്തേക്ക് വിടുകയാണ് കേട്ടോ. ഓക്കെ. സംസാരം തുടങ്ങി. മാറ്റി. കടിയുണ്ട്. നല്ല കടി.
അതെ കടിച്ച് പറിക്കുന്ന കേട്ടോ. അതെ അവനെ അകത്തോട്ടെയാണ്. ഓക്കെ ഓക്കെ. അതെ മൂന്നാമത്തെ ആളെ. ഇത് മൂന്നാമത്തെ വെറൈറ്റി ആണ് കേട്ടോ. അവരെന്നെ കടിച്ചിട്ട് അവരാണ് കരയേണ്ടത്, ഞാനാണ് കരയേണ്ടത്. കാക്കയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. പക്ഷെ ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ കല്ലിനെ പോലെ തോന്നിക്കില്ലേ? നമ്മളെ മൂന്നാമത്തെ വെറൈറ്റി. യെസ്. അപ്പൊ അതെ സത്യം പറഞ്ഞാൽ ഇതിന്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഓർമ്മയില്ല. ഞാൻ ഗ്ലൗ ഇല്ലാണ്ട് പിടിച്ചിരുന്നുവെങ്കിൽ കടിച്ച് ഉരുട്ടേനെ കേട്ടോ. ഒരു ലൂട്ടിനോടെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെയും കൂടി ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങള് പോകെ പോകെ കുഞ്ഞുങ്ങള് കിട്ടും കേട്ടോ. വെറൈറ്റി. അടുത്ത ആളെ എടുക്കാം. വാ 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 വാ. ഓക്കെ. ഈ കരണമുണ്ടോ? കരഞ്ഞ് പൊടിക്കുന്ന കേട്ടോ. ആ ഇപ്പൊ ഒന്ന് കരച്ചിൽ നിന്നു. ഇപ്പൊ ഒരു കടിയാട്ടോ എന്നെ കടിക്കുന്നത്. ഞാൻ ഗ്ലൗ ഇട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കൈ പോക്കായിരുന്നേനെ. നമ്മളെ അഞ്ചാമത്തെ ആള്. ഓക്കെ അവസാനത്തെ ആളെ എടുക്കുകയാണ് കേട്ടോ. നമ്മളെ അവസാനത്തെ നമ്മളെ ആറാമത്തെ ആളാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ കുഞ്ഞു കൂട്ടിലെന്ന് വെച്ചാൽ അവരെ പേർന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 6 പേരെയും നമ്മളതെ കൂട്ടിനകത്തോട്ടാക്കി. നമ്മൾ 6 പേരെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അടിപൊളി. ഇത് എല്ലാവരും ഇരിക്കണം. എനിക്ക് നമ്മൾ ഇത്രയധികം കോക്ടെയിൽസിനെ മേടിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് 2 പേരും കൂടി എടുത്ത് ഈ കൂട്ടത്തിൽ കൂടാൻ പോവുകയാണ്. ഇവർ വലിയ കടി ഇല്ല എന്ന് വിശ്വസിക്കാം. ഇല്ല ഇല്ല എന്നാ കടിക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. അടുത്ത ഒരാളെ കൂടി ഞാനങ്ങ് എടുക്കുകയാണേ. നമ്മൾ അത് കടിക്കുന്നുണ്ട് കേട്ടോ. അവൻ കടിക്കുന്നുണ്ട്. അപ്പൊ ഇവരെയും കൂടി എൻ്റെ അടുത്തേക്ക് വരാം. പൊക്കോ പൊക്കോ പൊക്കോ. ഓക്കെ. നേരത്തെ 2 കോക്കൂനെ നമ്മൾ വിട്ടതായിരുന്നു. അവർക്ക് പറക്കാൻ അറിഞ്ഞൂടാ. അവർ ഫോമായി വരുന്നതേ ഉള്ളൂ. ടൈം എടുക്കും. ആ ടൈം കൊണ്ട് അവർ ഇതിൻ്റെ അകത്ത് കിടന്ന് റെഡി ആയിക്കോളൂ. ഇവിടെ ആകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. ഇവരെ ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറത്തി വിടാം. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് തുറന്നു വിടാം. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു അതെ ഒരാളും കൂടി ഇടത്തിട്ട് വളർത്തയല്ലേ. ആ ആളൊക്കെ ഇന്നെ തുറന്നു വിടാം. തരൂല, എനിക്കറിയാം തരൂലാന്ന്. ഇത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാത്തത്. ആ ചിങ്കിക്ക് ഇവിടെ ഒരു കൂട് വരും കേട്ടോ. അത് ഞാൻ പണിയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അടിപൊളി കൂട്. എന്തടി എന്ത് ഇന്ത്യൻ ടൂവോ? പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കാൻ വേണ്ടി പോണ കിളികളെന്ന് വെച്ചാൽ ഫിഞ്ചസ്, ജാവ, ഡയമണ്ട് ഡൗ, പിന്നെ റിംഗ് ഡൗ ഉണ്ടെങ്കിൽ എടുക്കും കേട്ടോ. പ്രാവിൻ്റെ റിംഗ് ഡൗ. അവരെ കൊണ്ട് ഒരു ശല്യമില്ല. എല്ലാ കാലത്തും കോക്കൂസിനെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിലപ്പോൾ ഞാൻ കുണ്ണൂർ ഐറ്റംസിനെ ചിലപ്പോൾ എടുക്കും കേട്ടോ. ക്ലൈമറ്റ് നോക്കിയാണെങ്കിൽ അതും എടുക്കും. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതൊരു ബൈ 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 എല്ലാവർക്കും ബൈ. ഡേ നമ്മുടെ പുതിയ ആൾക്കാർക്കും ബൈ.